ഗുഡ് മോർണിംഗ്. നമസ്കാരം. ഞാൻ ഡോക്ടർ ഫിയാസ്, യങ് സീനിയേഴ്സ് ഫൗണ്ടേഷൻ്റെ ഫൗണ്ടറും ചെയർമാനാണ്. ഡോക്ടർ മുഫ്ലി പ്രസിഡൻ്റാണ്. വിജയ് സുകുമാരൻ ട്രഷററാണ്. വിദ്യാധരൻ പ്രോഗ്രാം ഡയറക്ടറാണ്. ഞങ്ങളിന്നിവിടെ വന്നിരിക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഒരു കോൺക്ലേവിനെ കുറിച്ച് സംസാരിക്കാൻ വേണ്ടിയിട്ടാണ്. 2020 ഞാനും ഡോക്ടർ മുഫ്ലിയും കൂടെ ആരംഭിച്ച ഒരു സംരംഭമുണ്ട്. VR ഹെൽത്ത് എന്ന് പറഞ്ഞൊരു എൽഡർലി കെയർ സംരംഭത്തിൻ്റെ തുടർന്നുള്ളൊരു പദ്ധതിയാണ് ഇപ്പോൾ വന്നിരിക്കുന്നത്. നമ്മൾ 2020 ആരംഭിച്ച് 2022 നമ്മളൊരു സർവേ നടത്തുകയും ആ സർവേയുടെ ഭാഗമായിട്ട് കിട്ടിയ റിപ്പോർട്ടിന്മേലാണ് യങ് സീനിയേഴ്സ് എന്നൊരു ക്യാമ്പയിനിങ് 2023 ഒക്ടോബർ 1 ഞങ്ങൾ സ്റ്റാർട്ട് ചെയ്തു. തുടർന്ന് ആ ക്യാമ്പയിൻ്റെ ഒരു റീച്ച് നമുക്ക് നല്ലൊരു പിന്തുണയാണ് പൊതുജനങ്ങളിൽ നിന്ന് കിട്ടിയത്. അതിൻ്റെ ഭാഗമായിട്ടാണ് നമ്മൾ യങ് സീനിയേഴ്സ് ഫൗണ്ടേഷൻ എന്നുള്ളൊരു സംരംഭത്തിലേക്ക് മാറുകയും വയോജന പരിപാലനം എന്ന ആ ഒരു വലിയ പദ്ധതിക്ക് ഞങ്ങൾ തുടക്കം കുറിക്കുകയും ചെയ്തു. അതിൻ്റെ ഭാഗമായിട്ട് ഈ വരുന്ന ഒക്ടോബർ 1 ലോക വയോജന ദിനത്തിന് അന്ന് നമ്മളൊരു കോൺക്ലേവ് നടത്താൻ തീരുമാനിച്ചിട്ടുണ്ട്. കോഴിക്കോട് ട്രൈപ്പൻ്റ ഹോട്ടലിൽ വെച്ചിട്ട് രാവിലെ 9:30 മണി മുതലാണ്. കോൺക്ലേവിൻ്റെ ഉദ്ദേശം കേരളത്തിലെ എങ്ങനെ നമുക്ക് വയോജന സൗഹൃദ സംസ്ഥാനമാക്കി മാറ്റാമെന്നാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നത്. ഈ കോൺക്ലേവിൽ ഉദ്ഘാടനം ചെയ്യുന്നതും മുഖ്യ അതിഥിയായിട്ട് വരുന്നത് മിനിസ്റ്റർ മുഹമ്മദ് റിയാസും, അതുപോലെ തന്നെ ഡോക്ടർ MK മുനീർ, ചീഫ് സെക്രട്ടറി ഡോക്ടർ വേണു, അതുപോലെ തന്നെ വയോജന കൗൺസിൽ കൺവീനറായിട്ടുള്ള അമരവിള രാമകൃഷ്ണൻ, മുൻ വയോജന ക്ഷേമ ബോർഡ് ചെയർമാൻ അഡ്വക്കേറ്റ് VK ബീരാൻ ഉണ്ട്. അതുപോലെ തന്നെ സിനിമ സംവിധായകനും നടനുമായ ജോയി മാത്യു, മറ്റ് ഡോക്ടർമാരും ആളുകളൊക്കെ ഇതിൽ സംബന്ധിക്കുന്നുണ്ട്. അതുകൂടാതെ നമ്മൾ കോൺക്ലേവിനോടനുബന്ധിച്ചിട്ട് തന്നെ ഒരു പാനൽ ഡിസ്കഷനും അതുപോലെ ഒരു ഫാഷൻ ഷോ, തുടർന്ന് നമ്മുടെ വോളണ്ടിയേഴ്സിൻ്റെ തിരഞ്ഞെടുക്കുന്നതിനുള്ള ക്യാമ്പയിനും കാര്യങ്ങളൊക്കെ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട്. അതുപോലെ യങ് സീനിയേഴ്സ് കോൺക്ലേവിനോടനുബന്ധിച്ചിട്ട് നമ്മൾ 3 അവാർഡുകൾ കൊടുക്കാൻ തീരുമാനിച്ചിട്ടുണ്ട്. അതായത് യങ് സീനിയേഴ്സ് ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് അവാർഡ്, അതുകൂടാതെ ചേഞ്ച് മേക്കർ അവാർഡ്. അതിൻ്റെ സെപ്റ്റംബർ 1 മുതൽ സെപ്റ്റംബർ 10 വരെയാണ് അതിൻ്റെ നോമിനേഷൻ ഞങ്ങൾ സ്വീകരിക്കുന്നത്. സെപ്റ്റംബർ 20 അത് ഞങ്ങൾ അനൗൺസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. കൂടാതെ നമ്മുടെ ഫൗണ്ടേഷൻ്റെ പദ്ധതികൾ അടുത്ത 2 വർഷത്തേക്ക് നീണ്ടു നിൽക്കുന്ന വലിയ പദ്ധതികളാണ് ഞങ്ങൾ ആവിഷ്കരിച്ചിട്ടുള്ളത്. ഏകദേശം 20 കോടിയോളം രൂപ വരുന്ന പദ്ധതികളാണ് ഞങ്ങൾ നടത്താൻ ആഗ്രഹിക്കുന്നത്. വയോജനങ്ങളുടെ ആരോഗ്യക്ഷേമ സാമൂഹ്യ ബോധവൽക്കരണത്തിനും അതുപോലെ തന്നെ അവരുടെ ഹെൽത്ത് ഇഷ്യൂസും കാര്യങ്ങളൊക്കെ കണ്ടുപിടിച്ചിട്ട് അതിന് വേണ്ട കാര്യങ്ങളായിട്ട് 2 വർഷത്തേക്ക് കേരളം മുഴുവനായിട്ട് നമ്മൾ 20 കോടി രൂപയോളം പദ്ധതികളാണ് ഞങ്ങൾ ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അവാർഡുകൾക്ക് പുറമെ നമ്മളൊരു ഫാഷൻ ഷോ കൂടി സംഘടിപ്പിക്കാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. അതായത് കോൺക്ലേവിന് ശേഷം ഇതേ വേദിയിൽ വെച്ചിട്ടാണ് വയോജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഒരു ഫാഷൻ ഷോ നമ്മൾ നടത്താൻ വേണ്ടി ആലോചിക്കുന്നത്. 60 വയസ്സിന് മുകളിലുള്ള ആളുകളിൽ നിന്ന് നമ്മൾ അപേക്ഷ സ്വീകരിച്ചിട്ട് സ്ക്രൂട്ടനൈസ് ചെയ്തതിന് ശേഷമാണ് ഇത് നടത്തുക. അതുകൂടിയാണ് അതിനകത്ത് ആഡ് ചെയ്യാനുള്ളത്. ആളുകളിലോട്ട് നമുക്ക് ഇത് ഡയറക്റ്റ്ലി എത്തിക്കാൻ പറ്റി. അതുകൂടാതെ മെഡിക്കൽ ക്യാമ്പുകൾ, വയോജന മീറ്റപ്പുകൾ, കൗൺസിലിങ്, അങ്ങനത്തെ പദ്ധതികളെല്ലാം നമ്മൾ ചെയ്തിട്ടുണ്ട്. കാസർഗോഡ്, കോഴിക്കോട്, മലപ്പുറം, അതുപോലെ നമ്മൾ തിരുവനന്തപുരത്തൊക്കെ നമ്മൾ പദ്ധതികൾ നടത്തിയിട്ടുണ്ട്. കഴിഞ്ഞ മാസമാണ് കാസർഗോഡ് ജില്ലയിലെ സാമൂഹ്യനീതി വകുപ്പും കാസർഗോഡ് ജില്ലാ പഞ്ചായത്തുമായിട്ട് സഹകരിച്ചിട്ട് കാസർഗോഡ് ജില്ലേനെ വയോജന സൗഹൃദ ജില്ലയാക്കി മാറ്റാൻ വേണ്ടി ഓപ്പൺ എന്നൊരു പദ്ധതി ഞങ്ങൾ അവരെ സമർപ്പിച്ചിട്ടുണ്ട്. അത് അടുത്ത മാസം അത് അപ്രൂവലായി കിട്ടുന്നുണ്ട്. അങ്ങനെയാണെങ്കിൽ ഈ വർഷം തന്നെ നമ്മൾ അതിൻ്റെ പദ്ധതികൾ ആരംഭിക്കുന്നുണ്ട് കാസർഗോഡ് ജില്ലയ്ക്ക് വേണ്ടി മാത്രമായിട്ട്. അപ്പോൾ നമ്മളൊരു സ്റ്റാറ്റിസ്റ്റിക്സ് വെച്ച് നോക്കുകയാണെങ്കിൽ 2031 ഇന്ത്യയുടെ ടോട്ടൽ ജെറിയാട്രിക് പോപ്പുലേഷൻ എന്ന് പറയുന്നത് 41% ഉയരും. അതായത് ഇപ്പോൾ ഉള്ള പോപ്പുലേഷൻ നിന്ന് വെച്ച് കണക്ക് നോക്കുമ്പോൾ 41% ഉയരാനുള്ള സാധ്യത കാണുന്നുണ്ട്. അങ്ങനെ ആകുമ്പോൾ നമ്മുടെ കുട്ടികളുടെതും വയോജനങ്ങളുടെയും പോപ്പുലേഷൻ വെച്ച് നോക്കുകയാണെങ്കിൽ ഏകദേശം സിമിലർ ആയിട്ട് വരും. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ആ ഒരു സിറ്റുവേഷനിലേക്ക് വരുമ്പോൾ അവരുടെ ആരോഗ്യക്ഷേമ പദ്ധതികളൊക്കെ നമ്മൾ ഇപ്പോഴേ ആവിഷ്കരിച്ച് തുടങ്ങിയിട്ടില്ലെങ്കിൽ അത് വലിയൊരു ബുദ്ധിമുട്ടും പ്രയാസങ്ങളിലേക്ക് മാറി തുടങ്ങും. അതുകൊണ്ടാണ് നമ്മൾ ഇങ്ങനൊരു വിഷയത്തിലേക്ക് ഞങ്ങൾ റിസർച്ച് ചെയ്യുകയും ഈ ഒരു വിഷയം മാത്രം ടാർഗറ്റ് ചെയ്തിട്ട് തന്നെ ഞങ്ങൾ ഫോക്കസ് ചെയ്യാൻ നോക്കിയതും. 2020 മുതൽ നമ്മൾ ഈ ഒരു പദ്ധതിയുടെ പിന്നാലെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. കോഴിക്കോടാണ്, മലാപ്പറമ്പിലാണ് നമ്മുടെ ഓഫീസുള്ളത്. ട്രസ്റ്റ് ആക്ട് പ്രകാരം നമ്മൾ രജിസ്റ്റർ ചെയ്തേക്കുന്നതാണ്. പ്രഗത്ഭരായ ഡോക്ടർമാരും അതുപോലെ അഡ്വക്കേറ്റുമാരും ഒക്കെയാണ് നമ്മളിതിൻ്റെ
അഡ്വൈസേഴ്സ് ബോർഡേഴ്സിൽ വന്നിട്ടുണ്ട്. നമ്മൾ കോൺക്ലേവിൻ്റെ അന്നാണ് നമ്മൾ ഇതിൻ്റെ കുറിച്ചൊരു ബാക്കി പദ്ധതികളെക്കുറിച്ചൊക്കെ ആവിഷ്കരിക്കാനും ഈ ചർച്ചകളൊക്കെ കൊണ്ടുവന്നിട്ട് എന്താണ് നമുക്ക് സൊസൈറ്റിക്ക് നെക്സ്റ്റ് നമുക്ക് ചെയ്യാൻ പറ്റുക എന്നുള്ളൊരു ഓപ്പൺ ചർച്ചയാണ് ഞങ്ങൾ അതിലൂടെ ഉദ്ദേശിക്കുന്നത്. ഒക്ടോബർ 1 എന്ന് പറഞ്ഞാൽ ലോക വയോജന ദിനമാണ്. ഫൗണ്ടേഷൻ്റെ 1ാം വാർഷികവും കൂടെയാണ്.